നമസ്തേ ബച്ചോ. ഇന്ന് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റായ 10 എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ പേട് സുശീൽ ശുക്ല എഴുതിയ ഒരു കവിതയാണ് പഠിപ്പിക്കുന്നത്. 10 മീൻസ് 10 മീൻസ് ലീഫ്, 10 ലീവ്സ്. ആ ഒരു യൂണിറ്റിലെ ആദ്യത്തെ പാഠം പേട് മീൻസ് ട്രീ. കവിതയാണ്. സുശീൽ ശുക്ലയാണ് റൈറ്റർ. പേട് തും പേട് നഹി തും ദർജി. വൃക്ഷത്തെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. കവി പറയുകയാണ്, പേട് മരമേ, തും പേട് നഹി, നീ ഒരു മരം മാത്രമല്ല, തും ദർജി, നീ ഒരു ദർജി കൂടിയാണ്, ഒരു തുന്നൽക്കാരൻ, ടൈലർ കൂടിയാണ്. തുമ്നെ കിത്തനെ സിലേ ഘോസലേ, തുമ്നെ നീ, കിത്തനെ എത്ര, സിലേ തുന്നി, ഘോസലേ നെസ്റ്റ്. ഘോസലേ മീൻസ് കൂട്, പക്ഷിക്കൂട്. കവി പറയുകയാണ്, മരമേ, നീ ഒരു മരം മാത്രമല്ല, നീ ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. നീ എത്രയോ പക്ഷിക്കൂടുകൾ തുന്നിയിരിക്കുന്നു. കിത്തനി സിലി ഹവായേം, എത്രയോ കാറ്റിനെ നീ തുന്നിയിരിക്കുന്നു. കവി വർണ്ണിക്കുകയാണ്. ഹവ മീൻസ് കാറ്റ്. ധൂപ് സിലി തോ ബിഗർ ഘയി, ധൂപ് മീൻസ് സൺലൈറ്റ്, വെയിലിനെ നീ തുന്നിയിരിക്കുന്നു. ബിഗർ ഗയി, അത് ചിതറിപ്പോയിരിക്കുന്നു. ഖതരൻ ഛായായി, എങ്ങനെ, കൈസേ ബിഖർ ഗയി, ഖതരൻ ഛായായി, പല കഷ്ണങ്ങളായിട്ട്, പീസസ്, ഖതരൻ മീൻസ് പീസസ്, കഷ്ണങ്ങളായി, ഛായായി നിഴലുകളായി ഇങ്ങനെ ചിതറിപ്പോയിരിക്കുന്നു വെയിലിനെ തുന്നിയപ്പോൾ. കവി പറയുകയാണ്, പേടുത്തും പേടിനഹി തും ദർജി, മരമേ, നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരൻ കൂടിയാണ്. മിട്ടി സിൽക്കർ രംഗ് ബനായേ പാനി സിൽ ആകാശ്. മിട്ടി സിൽക്കർ രംഗ് ബനായേ, മിട്ടി മീൻസ് സോയിൽ, മണ്ണിനെ തയ്ച്ച്, രംഗ് ബനായേ കളറുണ്ടാക്കി, പാനി സിൽ ആകാശ് വെള്ളം, പാനി മീൻസ് വെള്ളം, സിൽ ആകാശ് മിട്ടി രംഗ് ഹവ പാനി കോ ജോഡാ ദിയാ തരാശ്. കവി പറയുകയാണ്, മിട്ടി മണ്ണ്, രംഗ് കളർ, ഹവ കാറ്റ്, പാനി വെള്ളം, ഇതിനെല്ലാം നീ തുന്നി, ജോഡാദിയ ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ച്, തരാശ് ഒരു ഷേപ്പാക്കി, കാർവിങ് ഒരു ഷേപ്പ് പോലെയാക്കി എന്ന് കവി പറയുകയാണ്. പേട് തും പേട് നഹി തും ദർജി, മരമേ, നീയൊരു മരമല്ല, ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. തുമ്നെ കിത്തനെ സിലേ കിനാരെ, നീ എത്രയോ തുന്നിയിരിക്കുന്നു, തീരങ്ങൾ തുന്നിയിരിക്കുന്നു. കിത്തനി സിലി ജമീനേം, ജമീൻ മീൻസ് തറ, ഭൂമി എന്നുള്ള അർത്ഥം. എത്രയോ ഭൂമിയെ തുന്നിയിരിക്കുന്നു. ജമീൻ എന്ന് വെച്ചാൽ നമ്മുടെ തറ. രംഗ് മഹക് കി ഹുയി സിലായി, ഫൂൽ സിലേ പശ്മീനെ. രംഗ് കളർ, മഹക് മീൻസ് സ്മെല്ല്, സുഗന്ധം. കളറും സുഗന്ധവുമൊക്കെ തയ്ച്ച് എവിടെ, പൂവിൽ, സിലേ തയ്ച്ച്, പശ്മീനെ സോഫ്റ്റ് ആക്കിയിരിക്കും. ഇതെല്ലാം തയ്ച്ച് നീ പൂവിനെ സോഫ്റ്റ് ആക്കിയിരിക്കുകയാണ്. ഒരു ചെടിയിലുണ്ടാകുന്ന ആ പൂവിനെ അതിന് കളർ കൊടുത്ത്, അതിന് സുഗന്ധം കൊടുത്ത് അതിനെ തയ്ച്ചിരിക്കുകയാണ്. പേട് തും പേട് നഹി തും ദർജി, മരമേ, നീയൊരു മരമല്ല, ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. എത്ര സോഫ്റ്റായിട്ടാണ് അതിനെ പൂവിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ആവശ്യമുള്ള കളർ കൊടുത്തിരിക്കുന്നു, സുഗന്ധം കൊടുത്തിരിക്കുന്നു, അങ്ങനെയാണ് അതിനെ തയ്ച്ചിരിക്കുന്നത് എന്ന് കവി പറയുകയാണ്. പേട് തും പേട് നഹി തും ദർജി. ആമുമേം ആം കെ സ്വാദ് സിലേഹേ, ആം മീൻസ് മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് തയ്ച്ചിരിക്കുന്നു. ജാമുൻമേം ജാമുൻ കെ, ഞാവൽപ്പഴത്തിൻ്റെ സ്വാദ് തയ്ച്ചിരിക്കുന്നു. ബാഗുമേം ബാഗ് കെ സ്വാദ് സിലേഹേ, ഓരോ തോട്ടത്തിലും തോട്ടത്തിൻ്റേതായിട്ടുള്ള സ്വാദാണ് തയ്ച്ചിരിക്കുന്നത്. വൻകെ പേടുമേം വൻകെ, വനത്തിലെ വൃക്ഷങ്ങൾക്ക് വനത്തിൻ്റെ സ്വാദാണ് തയ്ച്ചിരിക്കുന്നത്. പേടുത്തും പേട് നഹി തും ദർജി, വൃക്ഷമേ, നീയൊരു വൃക്ഷമല്ല, മരമേ, നീയൊരു മരമല്ല, പിന്നെന്താണ്, തും ദർജി, നീയൊരു തയ്യൽക്കാരനാണ്. ഇതാണ് ഈ കവിതയിലൂടെ കവി വ്യക്തമാക്കിയിരിക്കുന്നത്. സുശീൽ ശുക്ല എന്ന റൈറ്റർ എഴുതിയതാണ്.
ഈ ഒരു കവിത എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലതുപോലെ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇതിൻ്റെ ആക്ടിവിറ്റിയുമായിട്ട് അടുത്ത വീഡിയോയിൽ എത്താം. എല്ലാവരും നല്ലതുപോലെ വീഡിയോ ശരിക്ക് കേൾക്കുക, മനസ്സിലാക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.